അപ്പോൾ ഗൈസ് ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വ്ളോഗ് ഉണ്ടല്ലോ. ഇന്ന് നമ്മളെ ഹർഷ ബേബീൻ്റെയും വിവേകേട്ടൻ്റെയും ബർത്ത്ഡേ. സോ ഞങ്ങൾ നേരെ പോയി കേക്കെല്ലാം വാങ്ങിച്ച് സെറ്റാക്കി. അവർ പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് സെറ്റാക്കണം. അങ്ങനെ അതെല്ലാം മേടിച്ച് പോയപ്പോൾ ചെറിയൊരു പാളിച്ച പറ്റുന്നതായി, പക്ഷേ എല്ലാം സെറ്റായി. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിൻ്റെ മുകളിലാട്ടോ സെറ്റാക്കി. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തൊട്ട് ഇവരെ പറ്റി ചെയ്ത് ഇവരെൻ്റെ തലയടിച്ച് പൊളിട്ടിക്കാതെ ഭാഗ്യം. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് ഇവരെല്ലാം വന്ന് സാന്ദ്രജി ഹർഷും വന്ന് പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് ഇറങ്ങി. രണ്ടാളി ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് ഞങ്ങളത് ഒരു കേക്കിൽ മേടിച്ചങ്ങ് ഒതുക്കി. വിവേകേട്ടന് ഇതിനെക്കുറിച്ചിട്ട് കുറച്ചെങ്കിലും ധാരണ ഉണ്ടെങ്കിലും ഹർഷയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലേന്. കാരണം ഞങ്ങളിങ്ങനെ കേക്ക് മേടിക്കുന്നോ സെറ്റാക്കുന്നോ പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് വേറെ ആയാലും ഞങ്ങൾ മാത്രമായതുകൊണ്ട് അതിൻ്റേതായൊരു നല്ല വൈബായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഹർഷ കുറച്ച് ഇമോഷണലി അയ്യോ ഞങ്ങളെ വെച്ച് ഇവള് കരഞ്ഞെന്ന്. പക്ഷെ അങ്ങനെ ഒന്നല്ല, പിന്നെ അങ്ങ് സെറ്റായി. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അങ്ങനെ ഫുൾ ചില്ലായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നു, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്നു. പിന്നെ കുറച്ച് അലമ്പത്തലെല്ലായും. അത് കഴിഞ്ഞ് ഈ മുട്ടയെ ഞാൻ ഹർഷ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇത് സാന്ദ്രേച്ചി കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും, കാരണം ഇതിനുള്ള പൈസ കൊടുത്തത് സാന്ദ്രേച്ചി. പിന്നെ രതീഷ് ചേട്ടനൊരു ആഗ്രഹം കേക്ക് മുറിക്കണം. അങ്ങനെ ഓറ് മുറിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളിതാ പോയി ഫേസ് എല്ലാം കഴുകി സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒരു